ചാപ്റ്റർ 5 നിയമനിർമ്മാണ സഭ. PSCക്ക് വേണ്ട രീതിയിൽ ചുരുക്കിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ തിരഞ്ഞെടുത്ത സഭയാണിത്. നിയമനിർമ്മാണ സഭ എന്ന് വെച്ചാൽ പാർലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോക്സഭ, രാജ്യസഭ, പ്രസിഡൻറ്റ്. പ്രാതിനിധ്യം, കാര്യപ്രാപ്തിയുള്ള സഭാ പ്രതിബദ്ധത, ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. നയപരമായ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ക്യാബിനറ്റാണ്. നിയമനിർമ്മാണ സഭയിൽ ക്യാബിനറ്റിന് ഭൂരിപക്ഷം വേണം. പാർലമെൻറ്റിൽ ദേശീയ നിയമനിർമ്മാണ സഭയുണ്ട്. സംസ്ഥാനത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. പാർലമെൻറ്റിൽ ദ്വിമണ്ഡലം, ലോക്സഭ, രാജ്യസഭ. അതുകൊണ്ട് ലോക്സഭയും രാജ്യസഭയുള്ളതാണ് ദ്വിമണ്ഡലം എന്ന് പറയുന്ന പാർലമെൻറ്റ്. കേരളത്തിന് ഏകമണ്ഡലമാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡലമാണ്. ദ്വി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ദ്വിമണ്ഡലം എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിനോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ ഉണ്ടാവും. ദ്വിമണ്ഡലത്തിന് ഉള്ള സ്റ്റേറ്റ്സിന് എക്സാമ്പിൾ ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, UP, AP, തെലങ്കാന. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രാജ്യസഭയുടെ പ്രാതിനിധ്യം 2 തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. തുല്യ പ്രാതിനിധ്യം, അതിൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ സൈസും പോപ്പുലേഷനും ഒരു മാറ്റർ ആവുന്നില്ല. എല്ലാ സംസ്ഥാനത്തും ഈക്വൽ, അതായത് സമതുലിതമായിട്ടുള്ള പ്രാതിനിധ്യമാണ്. സിമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. എക്സാമ്പിൾ USA തുല്യ പ്രാതിനിധ്യ രീതിയാണ്. എന്നുവെച്ചാൽ എല്ലാ സ്റ്റേറ്റിനും സെനറ്റിൽ 2 റെപ്രസെൻറ്റേറ്റീവ് വീതം USAക്ക് ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തത്വത്തിൽ രണ്ടാമത്തെ തത്വം എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്, ആനുപാതികം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അക്കോർഡിംഗ് ടു പോപ്പുലേഷനാണ്. മോർ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ മോർ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ UPയിൽ പോപ്പുലേഷൻ 1718.29 ലാക്ക് ആണ്. അപ്പോൾ അവർക്ക് 31 അംഗങ്ങളെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ട്. എന്നാൽ സിക്കിമിന് 5.7 ലാക്ക് പോപ്പുലേഷനുള്ളൂ. അപ്പോൾ അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമേ സിക്കിമിനുള്ളൂ രാജ്യസഭയിൽ. പ്രാതിനിധ്യം മീൻസ് റെപ്രസെൻറ്റേറ്റീവ്. രാജ്യസഭയുടെ ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 250 അംഗങ്ങളാണുള്ളത്. അതിൽ 238 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയുള്ളതാണ്. 12 നോമിനേറ്റഡ് ബൈ പ്രസിഡൻ്റാണ്. അതായത് കലാ, സാഹിത്യം, സാമൂഹികം, സർവീസ്, ശാസ്ത്രം, ഇതിലൊക്കെ പ്രഗത്ഭരായ ആൾക്കാരിൽ നിന്ന് 12 ആൾക്കാർ നമ്മുടെ പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും 250 അംഗങ്ങളിലേക്ക്. ഈ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതിൽ 1/3 മെമ്പേഴ്സ് റിട്ടയർ ഇൻ ഈച്ച് 2 year ആൻഡ് 1 member gets 6 years വാലിഡിറ്റി. ലോക്സഭ വെച്ചാൽ നമ്മുടെ പവർ ഹൗസ് എന്നൊക്കെ പറയും. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ബൈ പീപ്പിൾ. രാജ്യത്തെ ഭൂപ്രദേശം അടിസ്ഥാനമാക്കി നിയോജക മണ്ഡലങ്ങളാക്കി നോർമലി ഈക്വൽ പോപ്പുലേഷൻ ആൻഡ് 543 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് നമുക്ക്. ഈ 543 2 ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും ലോക്സഭയിലേക്ക്. 101 ഭേദഗതി വെച്ചിട്ട് ഈ 2 ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 101 ഭേദഗതി വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും പ്രായപൂർത്തി വോട്ടവകാശം ബേസ് ചെയ്ത് ഓരോ അംഗങ്ങളെ സെലക്ട് ചെയ്യാൻ പറ്റും. ലോക്സഭാ കാലാവധി 5 വർഷമാണ്. എന്നാൽ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു സഖ്യത്തിനും ഭൂരിപക്ഷമില്ലെങ്കിലോ സഭ പിരിച്ചുവിടാൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്താൽ കാലാവധി തീരുന്നതിന് മുമ്പ് രാഷ്ട്രപതിക്ക് ലോക്സഭ പിരിച്ചുവിടാൻ പറ്റും. ലോക്സഭയിലേക്ക് രാഷ്ട്രപതിക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്റിൻ്റെ ചുമതലകളെന്ന് വെച്ചാൽ നിയമനിർമ്മാണം. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ബില്ലുകളുടെ കരട് തയ്യാറാക്കും. ഉള്ളടക്കം മന്ത്രിസഭയാണ് ഡിസൈഡ് ചെയ്യുക. അതിൻ്റെ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മന്ത്രിസഭയാണ്. ഓൾ മേജർ ബിൽസ് ആർ റീച്ച്ഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് ക്യാബിനറ്റ്. മന്ത്രിമാരല്ലാത്തവർക്ക് ബില്ല് അവതരിപ്പിക്കാൻ പറ്റും. ബട്ട് സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ പാസ്സാക്കി എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ചുമതലകൾ വെച്ചാൽ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. അവർ ജനാധിപത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും പാർലമെൻറ്റിൻ്റെ പ്രധാന കടമയാണ്.
നിർവഹണ വിഭാഗത്തിനെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണ വിഭാഗമാണിത്. തേർഡ് ചുമതല സാമ്പത്തിക നിയന്ത്രണം. ഗവൺമെൻറ് ആക്ടിവിറ്റീസിന് ധാരാളം പണം വേണം. ഈ മണി ടാക്സ് വഴി കിട്ടുന്നു. പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ അല്ലാണ്ട് നികുതി ചുമത്താൻ ഗവൺമെൻറ്റിന് കഴിയില്ല. എല്ലാ വർഷവും ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് നിർദ്ദേശം വഴി ന്യൂ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ചെലവുകൾ നടത്താനുള്ള അനുവാദം പാർലമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതിനിധ്യ ചുമതലയാണ്. പാർലമെൻറ്റിലെ അംഗങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായതിനാൽ വിവിധ പ്രാദേശിക സാമൂഹിക സാമ്പത്തിക മതവിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ പാർലമെൻറ്റിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അടുത്തത് ചർച്ചാപരമായ ചുമതലയാണ്. ഉന്നത ചർച്ചാ വേദിയാണിത്. അവിടെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഭയരഹിതമായി എന്തും സംസാരിക്കാൻ പറ്റും. രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസ് സംസാരിക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയാണ്. അമെൻമെൻറ്റ്സ് പാസ്സാക്കുന്നതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും. അടുത്തതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചുമതലയാണ്. പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിന് ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഇതിന്. അടുത്തത് പറഞ്ഞാൽ നീതിന്യായ ചുമതല. ഇംപീച്ച്മെൻറ്റ്. പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനെ വിചാരണ ആൻഡ് നീക്കം ചെയ്യലൊക്കെ അവരുടെ വേറൊരു ചുമതലയാണ്. വേറെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിൽ യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിയമനിർമ്മാണം, ധനേതര ബില്ല് അവതരിപ്പിക്കുന്ന നിയമനിർമ്മാണം നടത്തുക, നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എക്സെട്ര, പ്രമേയങ്ങൾ അംഗീകരിക്കുക, ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക, ഭരണഘടന ഭേദഗതി ചെയ്യുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അംഗീകരിക്കുക, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സുപ്രീം കോർട്ട് ഹൈക്കോടതി ജഡ്ജികളെ ഇംപീച്ച്മെൻറ്റിലൂടെ നീക്കം ചെയ്യുക, കമ്മീഷൻ രൂപീകരിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുക, ധനബിൽ. ഇതൊക്കെ ലോക്സഭയുടെ ചുമതലകളാണ്. എന്നാൽ രാജ്യസഭയുടെ എന്ന് പറഞ്ഞാൽ ധനേതര ബില്ല് പാസ്സാക്കുക, ധനബില്ല് ഭേദഗതി നിർദ്ദേശിക്കുക, ഭരണഘടന ഭേദഗതി ചെയ്യുക, ചോദ്യങ്ങൾ ആൻഡ് അനുബന്ധ ചോദ്യങ്ങളിലൂടെ കാര്യനിർവഹണത്തിന് സപ്പോർട്ട് ചെയ്യുക, പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക, പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ള കാര്യങ്ങളുടെ നിയമനിർമ്മാണാധികാരം യൂണിയൻ പാർലമെൻറ്റിനെ കൈമാറാം. ധനബിൽ മുൻകൈ ആൻഡ് അമെൻമെൻറ്റ് ലോക്സഭയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ധനബിൽ ലോക്സഭയിൽ ഫസ്റ്റ് അവതരിപ്പിക്കണം. മന്ത്രിസഭയ്ക്ക് വിധേയത്വം ലോക്സഭയുടെ മാത്രമേ ഉള്ളൂ. രാജ്യസഭ പ്രത്യേകാധികാരം. പാർലമെൻറ്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. പ്രൊട്ടക്ട്സ് സംസ്ഥാന താല്പര്യങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സംസ്ഥാനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ ഇഷ്യൂവും രാജ്യസഭ പരിഗണിക്കപ്പെടണം. സംസ്ഥാന പട്ടികയിലുള്ള ഏതെങ്കിലും വിഷയം, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും വിഷയം രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ദിസ് ഇംപ്രൂവ് രാജ്യസഭയുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആക്കുന്നു. രാജ്യസഭയ്ക്ക് സർക്കാരിനെ വിമർശിക്കാം, ബട്ട് പുറത്താക്കാൻ അധികാരമില്ല. അവിശ്വാസ പ്രമേയത്തിലൂടെ ഗവൺമെൻറ്റിനെ പുറത്താക്കാനുള്ള അധികാരം ലോക്സഭയ്ക്കാണ്. ലോക്സഭ സ്പീക്കർ ഡിസൈഡ് ധനബില്ലാണോ അല്ലേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭയ്ക്ക് അവിശ്വാസ ബിൽ വഴി ഗവൺമെൻറ്റിനെ പുറത്താക്കാം. രാജ്യസഭയ്ക്ക് വിമർശിക്കാനേ പറ്റുള്ളൂ. നിയമത്തിൻ്റെ കരട് രൂപം ആണ് ബില്ല്. എക്സെപ്റ്റ് ധനബിൽ ഏത് സഭയിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാം സഭ നമുക്ക് ധനബില്ല് എക്സെപ്റ്റ് ധനബില്ല് ഏത് ബില്ല് നമുക്ക് ഏത് സഭയിലും പ്രസൻറ്റ് ചെയ്യാം. ധനബില്ലാണെങ്കിൽ ലോക്സഭയിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാം സഭ എന്നേ പറയണുള്ളൂ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബില്ലല്ലാത്ത ഏതെങ്കിലും ഒരു ബില്ല് ഒന്നാം സഭയിൽ ഒന്നാം വായന കഴിഞ്ഞ് രണ്ടാം വായനയിൽ കമ്മിറ്റി ഘട്ടമുണ്ട്, റിപ്പോർട്ടിംഗ് ഘട്ടമുണ്ട്. മൂന്നാം വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സഭയിൽ പ്രസൻറ്റ് ചെയ്യണം. അവിടെ ഒന്നാം വായന ഉണ്ടാവും. രണ്ടാം വായനയിൽ കമ്മിറ്റി ഘട്ടം റിപ്പോർട്ടിംഗ് ഘട്ടമുണ്ട്. എന്ന് വെച്ചാൽ രണ്ടാം വായനയാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് ഏത് സഭയിലായാലും. മൂന്നാം വായന കഴിഞ്ഞിട്ടാണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം കിട്ടുക. എന്തായാലും രണ്ടിലും പ്രസൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ വിവാഹപ്രായം 18 നിന്ന് 20 ആക്കാൻ തീരുമാനിച്ചാൽ നിയമ മന്ത്രാലയം വനിതാ ശിശുക്ഷേമ മന്ത്രാലയവുമായി കൂടി ആലോചിച്ചിട്ട് മാത്രമേ ബില്ലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഫസ്റ്റ് സഭ പാസ്സാക്കിയാൽ സെക്കൻഡ് സഭയിലേക്ക് അംഗീകാരത്തിന് അയക്കാം. സെക്കൻഡ് സഭ അംഗീകരിച്ച് പാസ്സാക്കിയാൽ പ്രസിഡൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വിടും. രാഷ്ട്രപതി അംഗീകരിച്ചാൽ ബിൽ നിയമമാവും.
107 മുതൽ 122 വരെയുള്ള വകുപ്പുകൾ പാർലമെൻറ്റിൽ ബിൽ പാസ്സാക്കുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ്. ബില്ലിൻ്റെ അവതരണത്തിനെ പറ്റി പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ബില്ലുണ്ട്, പ്രൈവറ്റ് ബില്ലുണ്ട്, ധനേതര ബില്ലുണ്ട്, ധനബില്ലുണ്ട്. നമ്മളത് PSC ബേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഷോർട്ടാക്കിയിട്ട് ധനേതര ബില്ല് എന്ന് പറഞ്ഞാൽ സാധാരണ ബില്ലും ഭരണഘടനാ ഭേദഗതി ബില്ലും. ഭൂരിപക്ഷം അംഗങ്ങളുടെ ബില്ല് അംഗീകരിച്ചാൽ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സെലക്ട് കമ്മിറ്റി ബിൽ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി റിപ്പോർട്ട് അവിടെയാണ് റിപ്പോർട്ട് ഘട്ടം വരുന്നത്. മൂന്നാം വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ മാറ്റമൊന്നും വരില്ല. ഭൂരിപക്ഷം വോട്ട് ഉണ്ടെങ്കിൽ പാസ്സാവും. സെക്കൻഡ് സഭയിലാണെങ്കിലും സെയിം മൂന്നാം വായന, അവിടെ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. രണ്ടാം വായനയാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ളത്. ഇഫ് എനി ഒബ്ജക്ഷൻ ഇൻ സെക്കൻഡ് സഭ, ഇരു സഭകളിലും സംയുക്ത സമ്മേളനം വിളിച്ചിട്ട് തീരുമാനിക്കും. ആ സംയുക്ത സമ്മേളനം വിളിക്കുന്നത് അനുച്ഛേദം 108 പറഞ്ഞിരിക്കുന്നത്. ധനകാര്യ ബില്ല് രാജ്യസഭയ്ക്ക് അംഗീകരിക്കാം, അവർ ഭേദഗതി നിർദ്ദേശിക്കാം, തള്ളിക്കളയാൻ പറ്റില്ല. സംയുക്ത സമ്മേളനം വിളിക്കുന്നത് പ്രസിഡൻ്റാണ്, അധ്യക്ഷൻ സ്പീക്കറായിരിക്കും. രാജ്യസഭയ്ക്ക് ധനബില്ലിൽ വന്നാൽ 14 ദിവസത്തിനുള്ളിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ പാസ്സാക്കിയായിട്ട് എടുക്കും, 14 ദിവസമായിട്ടും. ലോക്സഭ ഇലക്ഷൻ ജയിച്ച ആൾ ഗവൺമെൻറ് രൂപീകരിക്കും. അവർക്ക് നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ഹാൻഡിൽ ചെയ്യാം, ഏകപക്ഷീയമായും അനിയന്ത്രിതമായും കൺട്രോൾ ചെയ്യാം. പാർലമെൻറ്റ് കാര്യനിർവഹണ വിഭാഗത്തിന് നിയന്ത്രിക്കുന്ന ടൂൾസ്: ഒന്ന് ചർച്ച ആൻഡ് പര്യാലോചന, ഡെലിബറേഷൻ ആൻഡ് ഡിസ്കഷൻ, നിയമാനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ഫിനാൻഷ്യൽ കൺട്രോള്, അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ. 11 മണി മുതൽ 12 വരെ ചോദ്യോത്തരവേളയായിരിക്കും, ഓൾ ഡേ പാർലമെൻറ്റിൽ. 12 മുതൽ ശൂന്യവേളയായിരിക്കും. ജനകീയ പ്രശ്നങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുക. ധനപരമായ നിയന്ത്രണം: ധനവിനിയോഗത്തെ സംബന്ധിച്ച് കൺട്രോൾ ആൻഡ് CEG, ഓഡിറ്റർ ജനറലിനെയും അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കാം. അവിശ്വാസ പ്രമേയം: 1989 ശേഷം ഇന്ത്യയിൽ സർക്കാരുകൾ പുറത്തായി, കൂട്ടുകക്ഷി പിന്തുണ പിൻവലിച്ചു. പാർലമെൻ്ററി കമ്മിറ്റിയുടെ ധർമ്മം: നിയമനിർമ്മാണ വിഷയം പഠിച്ച് റിപ്പോർട്ട് വെക്കുന്നു. എക്സാമ്പിൾ, ഗ്രാൻഡ് അനുവദിക്കാൻ, വകുപ്പുകളുടെ ധനവിനിയോഗം പരിശോധിക്കൽ, അഴിമതി അന്വേഷണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആസ് വെൽ ആസ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റീസ്, JPC. പിന്നെ ഇന്ത്യ ദ്വിമണ്ഡലമാണെന്ന് പറഞ്ഞല്ലോ.